മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ചരിത്ര മുഹൂർത്തവും ലൂണാർ റോവറിന്റെ സഞ്ചാരവും ആരും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല അല്ലെ. അതുകൊണ്ട് കുട്ടികൾക്കായി ആ ചരിത്ര സംഭവം പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് പാനൂർ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. കുറച്ചു സമയത്തേക്ക് പാനൂർ സ്കൂളിൻ്റെ മുറ്റം ചന്ദ്രോപരിതലമായി മാറി. ചുറ്റിലും ഇരുട്ട്. ഈഗിൾ എന്ന പേടകം ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്തു. നീൽ ആംസ്ട്രോങ് പേടകത്തിൽ നിന്ന് പതുക്കെ ഇറങ്ങി. പിന്നാലെ ആൽഡനും. തുടർന്ന് അമേരിക്കൻ പതാക ചന്ദ്രനിൽ സ്ഥാപിച്ചു. പിന്നാലെ അപ്പോളോ 15, 16, 17 ദൗത്യങ്ങളിലെ ലൂണാർ റോവർ ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നു. ആവേശവും കൗതുകവും കൊണ്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്വാസമടക്കി കണ്ടിരുന്നു. പാനൂർ UP സ്കൂളിൽ ചാന്ദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയതാണ് ഈ അവതരണം. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മറ്റേതൊരു വിദ്യാലയത്തിലും ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ലാത്ത രീതിയിലാണ് ഞങ്ങളുടെ ഈ വർഷത്തെ പ്രവർത്തനം. ചന്ദ്രനിൽ മനുഷ്യനിറങ്ങി മനുഷ്യൻ്റെ കാൽവെപ്പ് മാത്രമായിരുന്നു, പക്ഷേ അതൊരു വൻ കുതിച്ചാട്ടമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നേരിട്ട് കാണുമ്പോൾ അവരൊക്കെ വളരെ ആഹ്ലാദത്തിലായിരുന്നു. ഈ ഒരു പരിപാടി നടത്താൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. സ്കൂൾ സമയം കഴിഞ്ഞ് രാത്രി 7 മണിക്കായിരുന്നു പരിപാടി. 20 മിനിറ്റോളം നീണ്ടുനിന്ന അവതരണത്തിന് സാക്ഷികളാകാൻ നിരവധി രക്ഷിതാക്കളും കുട്ടികളും എത്തി. പുസ്തകങ്ങളിൽ മാത്രം വായിച്ച ഈ ചരിത്ര സംഭവം നേരിൽ കാണാൻ കഴിഞ്ഞത് മികച്ച അനുഭവമായെന്ന് രക്ഷിതാക്കളും പറഞ്ഞു. സ്വതവേ കുട്ടികൾക്ക് വന്ന് നമ്മൾ പറയുന്ന ഒരു അറിവേ ഉള്ളൂ, പക്ഷെ ഇങ്ങനത്തെ ഓരോരോ എക്സ്പെരിമെന്റ് കാണിക്കുമ്പോഴാണ് അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ളൊരു വ്യക്തത കിട്ടുള്ളൂ. ഇതുപോലെ ഇനിയും പ്രവർത്തനങ്ങൾ വരണം. അതൊരു കുട്ടികൾക്ക് എല്ലാ വിധത്തിലും പ്രോത്സാഹനമായിരിക്കും. പഠനവും അനുഭവവും ഒരുമിപ്പിച്ച ഈ നൂതന പാഠ്യപ്രവർത്തനം വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും വലിയ കൗതുകമാണ് ഉണ്ടാക്കിയത്. മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ രംഗമാണ് ഞങ്ങളിവിടെ കാണിച്ചത്. എല്ലാ കുട്ടികൾക്കും ഈ പരിപാടി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. എല്ലാവർക്കും പരിപാടി ഇഷ്ടപ്പെട്ടു, നമുക്കും ഈ പരിപാടി ഇഷ്ടപ്പെട്ടു അല്ലേ. CK വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. CK, ശരിക്കും ഒരു ടെക്സ്റ്റ് ബുക്കിൽ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ കാര്യമൊക്കെ നോക്കി പഠിക്കുന്നതിനേക്കാളും എത്രയോ എഫക്റ്റീവാണ് ഇങ്ങനെ കുട്ടികൾ ഇതൊക്കെ പുനരാവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കും, അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് അല്ലേ CK? സാധാരണ രീതിയിൽ ഈ പഠനത്തിൽ ഏറ്റവും വിഷമകരമായി തോന്നുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, അങ്ങനെ ഈ ബഹിരാകാശം, ഇതൊക്കെയായി ബന്ധപ്പെട്ട കുറേ സങ്കീർണമായ പ്രവർത്തനമാണ്. ഒരുപക്ഷെ സാധാരണ എല്ലാ കുട്ടികൾക്കും അത് മനസ്സിൽ സങ്കല്പിക്കാനോ ആ രീതിയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാനോ സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം കുട്ടികളും. പക്ഷേ ഇപ്പോൾ ഈ ബഹിരാകാശത്തും മറ്റും നടക്കുന്നതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു, ഗവേഷണങ്ങൾ നടക്കുന്നു, പഠനങ്ങൾ നടക്കുന്നു. ഇതെല്ലാം കാരണം കുട്ടികൾക്ക് ആകാംക്ഷ കൂടിയിട്ടുണ്ട്, താല്പര്യം കൂടിയിട്ടുണ്ട് എന്നാണ് നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായ സയൻസ് അധ്യാപകരൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഈ ആവേശം നിലനിർത്തുന്നതിന് വേണ്ടിയും ഈ ജിജ്ഞാസ നിലനിർത്തുന്നതിന് വേണ്ടിയൊക്കെ പല പല തന്ത്രങ്ങളും ഈ അധ്യാപകർ കുട്ടികളെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാൻ, പ്രത്യേകിച്ച് ഇത്രയും സങ്കീർണമായ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി പല പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ രസകരമായ ഒരു തന്ത്രമാണ് ഈ പാനൂരിലെ സയൻസ് ക്ലബിൻ്റെ രൂപേഷ് മാഷും സംഘമൊക്കെ ചേർന്ന് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് അവർ ചെയ്തിരിക്കുന്നത് സാധാരണ രീതിയിൽ ഒരു മോഡൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഡെമോ ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് അതിനെ കുറേ കൂടി റിയാലിറ്റിയുമായി ബന്ധപ്പെടുത്തി എന്നുള്ളിടത്താണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലനിൽക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും വേണമെങ്കിൽ അതൊരു ക്ലാസ് റൂമിൽ ഈ അപ്പോളോ 11 എന്നുള്ള അതിൻ്റെ പ്രോജക്റ്റ് കൊണ്ടുവരാം. അവിടെ ഇത് ലാൻഡ് ചെയ്യുന്നതും ആൾക്കാർക്ക് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നതും ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതിനൊരു പ്രത്യേക അന്തരീക്ഷം അവരുടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇരുട്ടത്ത് അല്ലെങ്കിൽ രാത്രി ഒരു 7 മണിക്ക് ശേഷം ആ സ്കൂളിൻ്റെ മുറ്റം തന്നെ ഒരു ചന്ദ്രൻ്റെ ഉപരിതലമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ലൈറ്റ് ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. കുറേ ആൾക്കാരെ, രക്ഷിതാക്കളെയും അടുത്തുള്ള ആൾക്കാരെയും നാട്ടുകാരെയും എല്ലാം കൊണ്ടുവന്ന് അതൊരു വലിയ ആഘോഷകരമായ ഒരു കാര്യമാക്കി മാറ്റുന്നു. ഉറപ്പാണ് ഒരു കാര്യം, അതായത് ആ ഒരു ഡെമോൺസ്ട്രേഷൻ കണ്ട ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ രക്ഷിതാവിന്
ഈ പദ്ധതി സംബന്ധിച്ച് ഒരു സംശയം ഇനി ഉണ്ടാവില്ല. ആ കുട്ടികളോട് അത് എഴുതാൻ പറഞ്ഞാൽ അവരത് പൂർണ്ണമായ ബോധ്യത്തോടു കൂടി എഴുതും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഒരുപക്ഷെ മക്കളെ സ്നേഹിക്കുന്ന, മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്ന രക്ഷിതാക്കളും അത് ആഗ്രഹിച്ചും പോകും. ഏതായാലും ചില വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാം എന്നൊരു സാധ്യതയുണ്ട്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് അവിടുത്തെ സയൻസ് ക്ലബ്. ആ കഠിനാധ്വാനം ചെയ്ത അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ വലിയൊരു കയ്യടി കൊടുക്കുകയാണ്. പാനൂർ സ്കൂളിലെ വിശേഷമാണ്, അവിടെ നടന്ന ഒരു വിശേഷമാണ് CK വിജയൻ നമ്മളുമായി പങ്കുവച്ചത്.